പരിശുദ്ധമ്മയോട് ചേർന്ന് നമുക്ക് കർത്താവിനെ ആരാധിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും ശക്തിയോടെ പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ശക്തിയോടെ ആരാധിച്ചേ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. കരങ്ങൾ ഉയർത്തി ആരാധിച്ചേ. ആരാധന 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 ആരാധന. ശക്തിയോടെ വിളിച്ച് ആരാധിച്ചേ. ആരാധന. ഓ അപ്പാ, യേശുവേ, അത്യുന്നതനാ ദൈവത്തിന്റെ പുത്ര യേശുവേ, ആരാധന. ആരാധന 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 ആരാധന. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഈ സന്നിധിയിലേക്ക് വിശ്വാസത്തോടെ എല്ലാ മക്കളെയും എടുത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മ വഴി സ്വീകരിക്കണമേ ഈശോയുടെ പരിശുദ്ധ സാന്നിധ്യം. ലൂക്ക 1:30 വചനം കൊണ്ട് അമ്മയെ മഹത്വപ്പെടുത്തി ഞങ്ങൾ നിമിഷം പ്രാർത്ഥിക്കുന്നു. ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയ അമ്മയോട് ചേർന്ന് നമുക്ക് ഈശ്വരനിലേക്ക് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെടണം, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടണം. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടവളാകും, അനുഗ്രഹിക്കപ്പെട്ടവനാകും. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അമ്മയോട് ചേർന്ന ഉടമ്പടി പ്രാർത്ഥനയിലേക്ക് അമ്മയുടെ കരം പിടിച്ച ഈശോ നൽകിയ വാഗ്ദാനങ്ങളെ അനുസ്മരിച്ചും കർത്താവ് വിശ്വാസം വഴി നമ്മെ അനുഗ്രഹിച്ചതുമായ ഉടമ്പടി പ്രാർത്ഥനയിലൂടെ കൃപാസനം പ്രത്യക്ഷീകരണ പ്രാർത്ഥന, ഉടമ്പടി വിശുദ്ധീകരണ പ്രാർത്ഥനയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ഈ ആരാധനാലയത്തെയും ഈ തിരുസന്നിധിയിലും ദൈവശക്തി നിറഞ്ഞു നിൽക്കുന്നുവെന്ന് അനേക മക്കളെ വിശ്വസിച്ച് ആരാധിക്കുമ്പോൾ ഇവിടെ ഈ അൾത്താരയിലൂടെ ജീവിക്കുന്ന കർത്താവിൻ്റെ സാക്ഷ്യം കടന്നു പോയ എല്ലാ മക്കളെയും കർത്താവ് ഇന്ന് ഈ ആരാധനയോടെ അനുഗ്രഹിക്കാൻ പോകുന്ന, വിളിച്ച് സ്വന്തമാക്കാൻ പോകുന്ന എല്ലാ മക്കളെയും ദേശങ്ങളെയും കുടുംബങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് കൃപാസന പ്രത്യക്ഷീകരണ പ്രാർത്ഥന നമുക്ക് വിശ്വാസത്തോടെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും
ഞങ്ങളുടെ കുടുംബത്തിനും ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടി നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച ജീവിതത്തിന്റെ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യം സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. അമ്മേ, പരിശുദ്ധ അമ്മേ, സ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതി തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർന്ന് ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുടെ കുടുംബത്തിന്റെയും പ്രത്യേക നിയോഗങ്ങളെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. സൂചിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധിക്കുന്നു, 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 ആരാധിക്കുന്നു. സജീവ സാന്നിധ്യമേ ആരാധിക്കുന്നു. ഈശോയെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശ്വാസമേറ്റ് പറഞ്ഞ അമ്മയുടെ അനുഗ്രഹത്തിലൂടെ കർത്താവ് യേശുവിലുള്ള വിശ്വാസം, സഭയിലുള്ള ജീവിക്കുന്ന സത്യദൈവത്തിലുള്ള വിശ്വാസം ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കാം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു. ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമത്തിന് പറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പിടകൾ സഹിച്ച, കുരിശിൽ തറക്കപ്പെട്ട, മരിച്ച് അടക്കപ്പെട്ട, പതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സൃഷ്ടിയിലെ പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ ദാപത്തോടെ വീണ്ടും വിശ്വസിക്കുന്നു. പ്രസിദ്ധാമോചിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ പാപങ്ങളോത്തിലും ശരത്തിന്റെ തീർപ്പിലും കൃത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാമം പൂജിതമാകണമേ, രാജ്യം വരണമേ, തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ തിന്മയിൽ നിന്ന് രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു.
പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, രാജ്യം വരണമേ, അങ്ങേ തിരുമനസ്സ സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഇന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ലോകം തൃപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, അങ്ങയോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങളുടെ തമ്പുരാനോട് അപേക്ഷിക്കണമേ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, രാജ്യം വരണമേ, ഞങ്ങൾ തിരുമനസ്സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ ലോകം തൃപ്പെടുത്തരുതേ, തിന്മയിൽ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അവരുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമേ തമ്പുരാന്റെ അപേക്ഷിക്കണമേ. സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. ഈശോയേ നന്ദി, ഈശോയേ സ്തുതി. ഹല്ലേലൂയ. കൃപാകരുണ ഈശോയേ, പരിശുദ്ധനായ ദൈവമേ, കർത്താവായ ഈശോയേ ആരാധിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ട് കർത്താവേ, ദൈവനാമ ശക്തിയാൽ വിശ്വാസയോഗ്യതകളാൽ ആത്മാവ് ശക്തിയാൽ ഈശോയെ ആരാധിക്കുന്നു. കരങ്ങൾ ഉയർത്തി ദൈവശക്തി അനുഭവിച്ചുകൊണ്ട് ശരീരങ്ങളുടെ ബലഹീനതകളിൽ നിന്നുകൊണ്ട് രോഗബന്ധനങ്ങളിൽ നിന്നുകൊണ്ട് എല്ലാ മക്കളും ആരാധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഒന്ന് ഉയർന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നും അങ്ങേക്കാരാധന. വലിയ വിശ്വാസം ആരാധിച്ചേ. പരിശുദ്ധ പരമമാ അധികാരമുള്ള നാമത്തെ, അധികാരമുള്ള നാമത്തെ, ശക്തിയുടെ നാമത്തെ, നിന്റെ ദൈവം നിന്നെ വിളിച്ചിരിക്കുന്ന വിശ്വസ്തതയെ ആഗ്രഹിച്ചുകൊണ്ട്, നിന്റെ കർത്താവ് നിന്നെ വിളിച്ച വിശ്വസ്തതയെ പ്രഖ്യാപിച്ചുകൊണ്ട്, നിന്റെ കർത്താവ് നിന്നെ കാണുന്ന കാരുണ്യത്തെ അനുസ്മരിച്ചുകൊണ്ട് എല്ലാ മക്കളും ആരാധിക്കട്ടെ എന്റെ കർത്താവിനെ, ആരാധിക്കട്ടെ എന്റെ കർത്താവിനെ. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ രക്ഷയ്ക്കായി ഒരേ ഒരു നാമം, യേശുനാമത്തെ, യേശുനാമത്തെ ആരാധിക്കട്ടെ. മത്തായി 1:26 വചനം. ഈശോയേ അവൻ യേശുവെന്ന് വിളിക്കപ്പെട്ടു, അവൻ നാമത്തെ അനേക രക്ഷ കണ്ടെത്തും. അവന്റെ നാമത്തിൽ അനേകർ പ്രത്യാശ വയ്ക്കും. യേശുനാമത്തിൽ അനേകരുടെ പാപങ്ങൾ മോചിക്കപ്പെടും. യേശുനാമത്തിൽ അനേകർ രക്ഷ കണ്ടെത്തും. യേശുവേ, യേശുവേ കരങ്ങളെത്തി ആരാധിച്ചേ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, യേശുവേ പരിശുദ്ധനായവനെ, സൈന്യങ്ങളുടെ കർത്താവായ ദൈവമേ, പരിശുദ്ധനായവനെ, യേശുവേ ജീവിതത്തിന്റെ പുത്ര, കർത്താവേ അങ്ങേ ആരാധിക്കുന്ന മക്കൾക്ക് രോഗപീഠകളിൽ നിന്ന്, ശാരീരിക രോഗങ്ങളിൽ നിന്ന്, പാപങ്ങളിൽ നിന്ന്, അന്ധകശക്തിയിൽ നിന്ന് ഈശോയെ നിമിഷം അങ്ങേ ആരാധിക്കാൻ തടസ്സമായി നിൽക്കുന്ന എല്ലാ പാപങ്ങളിൽ നിന്നും ലൂക്ക 8:13 വചനം കൊണ്ട് ഈശോയെ, കർത്താവായ ഈശോയെ, കർത്താവായ ഈശോയെ, മത്തായി 14:14 വചനം കൊണ്ട് ഈശോയെ യേശു കർത്താവാണെന്ന് പ്രഖ്യാപിക്കട്ടെ. യേശു കർത്താവാണെന്ന് ആരാധിക്കട്ടെ എല്ലാ മക്കളും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ യേശു നാമത്തിൽ പ്രത്യാശക ജനത്തെ, പാപികളും ബലഹീനരുമായ ജനത്തെ യേശുവേ അൽത്താരയിലേക്ക്, അൽത്താരയിലേക്ക് ജീവന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്, നാമത്തിൽ ഈശോയെ കുടുംബങ്ങളുടെ മേൽ, കുടുംബങ്ങളുടെ മേൽ, വ്യക്തികളുടെ മേൽ, ദാമ്പത്യ ബന്ധങ്ങളുടെ മേൽ ഈശോയെ, വിവാഹത്തെ ഒരുങ്ങുന്ന എല്ലാ മക്കളുടെ മേൽ, രോഗികളുടെ മേൽ ഈശോയെ, കടബാധിതകളുടെ മേൽ ഈശോയെ സമർപ്പിക്കപ്പെടട്ടെ, സമർപ്പിക്കപ്പെടട്ടെ യേശുനാമത്തിൽ, യേശുനാമത്തിൽ. സംഗീതം 36 വചനം കൊണ്ട് ഈശോയെ ആരാണ് അവിടുത്തെ മഹത്വപ്പെടുത്തിയത്? ആർക്കാണ് അവിടുത്തെ കരം
കരബലം പ്രകടമായത് അങ്ങ് ജനത്തിന് വിളിച്ചാരാധിച്ചേ, കരങ്ങൾ വിളിച്ച് ആരാധിച്ചേ, ശക്തിയോടെ ആരാധിച്ചേ, ശക്തിയോടെ. ശരീര ദേഹ മാസകലം മജ്ജ മാംസങ്ങളെ, ശരീര ബലഹീനതകളെ, മജ്ജ മാംസത്തെ, അവയവങ്ങളിലെ അശുദ്ധി വിട്ടു പോകട്ടെ, അവയവങ്ങളിലെ രോഗം വിട്ടു പോകട്ടെ. യേശു കർത്താവാണെന്ന്. യേശുവേ, യേശുവേ, യേശുവേ. ഓ അപ്പാ, ഓ അപ്പാ, ഓ അപ്പാ, ഓ അപ്പാ. ഞങ്ങൾ ആരുടെ പക്കൽ പോകും? നിത്യജീവൻ, ആശ്വാസം, സമാധാനം കർത്താവിന്റെ പക്കലുണ്ട്. ഈശോയേ, ഈശോയേ, പ്രാർത്ഥിക്കുന്നു അപ്പാ, യേശുവേ, വിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനക്കോടി നന്ദി, കോടാനക്കോടി സ്തോത്രം, കോടാനക്കോടി സ്തുതി. ഞാൻ വന്നിരിക്കുന്നത്, എൻ്റെ പേര് ഡേവിസ് എന്നാണ്. എൻ്റെ ഭാര്യയ്ക്ക് സാക്ഷ്യം പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ ഭാര്യയ്ക്ക് ക്യാൻസറായിരുന്നു, ലെൻസിൽ ക്യാൻസറായിരുന്നു. കഴിഞ്ഞ മെയ് മാസം മുതൽ ചുമയും പനിയും വിട്ടുപോകാതെ ട്രീറ്റ്മെൻറ്റിലായിരുന്നു. അങ്ങനെ ട്രീറ്റ്മെൻറ്റ് ഒരുപാട് നടത്തിയപ്പോഴേക്കും ആളാകെ അവശതയിലായി. അത് കഴിഞ്ഞ് ഒരു സ്ഥലത്ത് എക്സ്റേ എടുത്ത് പറഞ്ഞു നിമോണിയ ആണെന്ന് പറഞ്ഞു. നിമോണിയയ്ക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഫെടുത്ത് ടെസ്റ്റ് ചെയ്തപ്പോൾ നിമോണിയ ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ നേരെ എറണാകുളം ലിസി ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്ന് എക്സ്റേ എടുത്തപ്പോൾ സംശയം തോന്നി. അപ്പോൾ തന്നെ അവർ ബ്ലഡ് ചെക്ക് ചെയ്യാനും മറ്റുള്ള ഒരുപാട് ചെക്കപ്പിന് എഴുതി തന്നു. അതിനോടൊപ്പം സ്കാനിങ്ങിന് എഴുതി തന്നു. ആ സ്കാനിങ്ങിലും ഈ ബ്ലഡ് ചെക്കപ്പ് ചെയ്തപ്പോഴൊക്കെ വളരെ ഇതായിട്ടാണ് കണ്ടത്. കാരണം ബ്ലഡിലും ക്യാൻസറാണെന്ന് ചെക്കപ്പ് ചെയ്താലും പറഞ്ഞു. അതുപോലെ തന്നെ സ്കാനിങ് ചെയ്തിട്ടും ചെക്കപ്പാണെന്ന് പറഞ്ഞു. പക്ഷേ പുള്ളിക്ക് നടക്കാനും ഒന്നും പറ്റുന്നില്ല. ആ മാതിരി അവസ്ഥയിലായി. ഞാൻ പിടിച്ചു കൊണ്ടുപോകായിരുന്നു, എടുത്തും കൊണ്ടുപോകണം, ആ രീതിയിലായി. അപ്പോൾ സ്കാനിങ് റിപ്പോർട്ടിൽ 2 സ്ഥലത്ത് തടിപ്പുണ്ട്, 2 കഴലയുണ്ട്, ക്യാൻസറാണെന്ന് അവർ തീർത്ത് പറഞ്ഞു. 3ാം സ്റ്റേജായി എന്നുള്ള രീതിയിൽ അവർ സംസാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി, ഞാൻ ഇവിടെ ട്രീറ്റ്മെൻറ്റ് നിർത്തുകയാണ്, ഞാൻ RCCയിലേക്ക് പൊക്കോളാം എന്ന് പറഞ്ഞിട്ട് ഞാൻ RCCയിലേക്ക് ലെറ്റർ എഴുതി വാങ്ങിച്ചു. ഞാൻ RCCയിലേക്ക് പോയി. അപ്പോൾ കൊണ്ടുപോകുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ എടുത്തു കൊണ്ടുപോകണം, ആ മാതിരിയുള്ള അവസ്ഥയായിരുന്നു ഇയാൾ. അങ്ങനെ അവിടെ പോയി ഡോക്ടറെ കണ്ടു. മധുമുരളി എന്ന ഡോക്ടറെ കണ്ടു, സർജനാണ്. അങ്ങേരെ കണ്ട് അങ്ങേരെ എനിക്ക് ടെസ്റ്റുകളൊക്കെ എഴുതി തന്നു. ടെസ്റ്റുകൾ എഴുതി തന്നപ്പോഴേ ഞാൻ അതിനെല്ലാം അപ്പോയിൻമെൻ്റ് എടുത്തുകൊണ്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. വീട്ടിൽ വന്നപ്പോൾ എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞ് എനിക്ക് കൃപാസനത്തിൽ പോകണം, എൻ്റെ ഉടമ്പടി പുതുക്കണം എന്ന് പറഞ്ഞു. ഇതൊന്നും ഇങ്ങോട്ട് കൊണ്ടുപോകാനുള്ളൊരു കണ്ടീഷനല്ല, എങ്കിൽ പോലും ഞാനിങ്ങോട്ട് കൊണ്ടുപോകുന്നു. കാരണം എടുത്തിട്ടൊക്കെ വേണം ഇവിടെ കൊണ്ടുവരാൻ. അമ്മ അതിൽ കഷ്ടപ്പെട്ട്, ആൾ ഈ കാണുന്ന ആളൊന്നല്ലായിരുന്നു, വളരെ ഇതായിട്ട് പോയി. ഇപ്പോൾ വീഴുന്നുള്ളൊരു കണ്ടീഷനായിരുന്നു. അങ്ങനെ ഇവിടെ വന്നു. ആ റോഡ് ഇങ്ങോട്ട് ക്രോസ് ചെയ്യാനൊന്നും പറ്റില്ല. ഞാൻ എടുത്തൊരു കണക്കിന് റോഡൊക്കെ ക്രോസ് ചെയ്തു. ഇവിടെ വന്നപ്പോഴത്തേനും ആൾ അവശതയായി. ഞാൻ എൻ്റെ അമ്മ മാതാവിനോട് പറഞ്ഞു, എനിക്ക് അമ്മ ഇതൊന്നും കാണുന്നില്ലേ എന്ന് ചോദിച്ചു. ആ ചോദിച്ച് ഞാനവിടെ കരഞ്ഞുപോയി. ആ കരഞ്ഞതിന് ശേഷം പുതുക്കി മുകളിലേക്ക് പ്രാർത്ഥനയ്ക്ക് ഞാനെടുത്ത് കയറ്റി അവിടെ കൊണ്ട് ചെന്ന് അവിടെ ഇരുത്തി. ഞാൻ തൊട്ടടുത്തിരുന്നു. അപ്പോൾ എനിക്ക് നല്ല സുഗന്ധം വരാൻ തുടങ്ങി. ആ സുഗന്ധം എനിക്ക് വീട്ടിലെത്തുന്ന വരെ ആ സുഗന്ധം ഉണ്ടായിരുന്നു. ഇവിടെ വന്ന് പുതുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. മോളിൽ നിന്ന് ഇറങ്ങാനായിട്ട് എടുക്കേണ്ട വന്നില്ല. അമ്മ മാതാവ് സഹായിച്ച് ഞാൻ അവിടുന്ന് കൈമ പിടിച്ച് ഇറക്കി ഇവിടെ കൊണ്ടുവന്ന് ഞാൻ അച്ഛനെ കാണാനായിട്ട് എനിക്ക് സൗകര്യം ഉണ്ടായിരുന്നു. ഞാൻ അച്ഛനെ കണ്ടു. അച്ഛൻ തലയ്ക്ക് കൈ വെച്ച് പ്രാർത്ഥിച്ചു.
അച്ഛൻ പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് അഭിഷേക തൈലം നെറ്റിലും ഒക്കെ പുരട്ടി, പിന്നെ പുള്ളിയുടെ തന്തവിരലിൽ അഭിഷേക തൈലം കൊടുത്തിട്ട് മാറിൽ പുരട്ടാനും പറഞ്ഞു. അങ്ങനെ അത് ചെയ്തു. നിരന്തരമായിട്ട് ഈ തൈലം നെഞ്ചിൽ പുരട്ടുകയും ഈ തേൻ കുടിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ നിരന്തരമായി ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ടെസ്റ്റുകൾ ഒക്കെ എടുത്തു. ഇവിടുന്ന് പോയി വീട്ടിൽ ചെന്നു. പിന്നെ അപ്പോഴും ആൾ അവശതയിൽ തന്നെയാണ്. ആൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. താങ്ങി എണീപ്പിക്കേണ്ട ആ ഒരു ഗതികേടിലാണ് പോയിക്കൊണ്ടിരിക്കണമെങ്കിലും അമ്മ മാതാവ് അവിടെ നിന്നെല്ലാം കാത്തു പരിപാലിച്ചു. അമ്മ മാതാവിൻ്റെ ഈ ഇതെല്ലാം പുരട്ടി മുന്നോട്ട് പോകുമ്പോഴും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കാരണം എനിക്ക് വേറെ ആരും ഇല്ല നോക്കാനായിട്ട്. അപ്പോൾ ഞാൻ നിരന്തരമായിട്ട് പ്രാർത്ഥിച്ചിരുന്നു. അമ്മ മാതാവ് എന്നെ കാത്തു പരിപാലിച്ചു. അങ്ങനെ ഞാൻ ആർ സി സിയിൽ ചെന്ന് ടെസ്റ്റുകളെല്ലാം നടത്തി കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് എല്ലാ ടെസ്റ്റുകളും നടത്തി. സ്പെഡി സ്കാനും മറ്റേ ബയോസിയും ഒക്കെ എടുത്തു. ഉള്ളിക്കോടുള്ള ബയോസി എല്ലാം എടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് എടുത്തതിൽ ഒന്നും കാണുന്നില്ല. അതുവരെയുള്ള എല്ലാ ട്രീറ്റ്മെൻറ്റിലും കണ്ടത് ഒന്നും കാണുന്നില്ല. കാണാതെ ആയപ്പോൾ ഡോക്ടർ എന്നോട് ചോദിച്ചു, നമ്മൾ കണ്ടതൊക്കെ എവിടെ പോയി എന്ന് ചോദിച്ചു എന്നോട്. ഞാൻ പറഞ്ഞു, അതൊക്കെ കൃപാസന മാതാവ് കൊണ്ടുപോയി. ഞാൻ കൃപാസന മാതാവിൻ്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു, എവിടെയാണ് ഈ സ്ഥലം എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ആലപ്പുഴ അടുത്ത് ആണ് ഈ സ്ഥലം, കൃപാസന മാതാവ് എന്ന് പറഞ്ഞ ഫേമസ് സ്ഥലമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അവരെല്ലാവരും ചിരിച്ചു. അങ്ങനെ എന്നോട് പറഞ്ഞ്, ഇനി ഈ പേരും പറഞ്ഞ് ഇങ്ങോട്ട് വരണ്ട, രോഗമൊന്നുമില്ല, ആൾക്ക് ഇനി ഒരു മരുന്നും വേണ്ട, നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വിട്ടു. അതുപോലെ തന്നെ എൻ്റെ മോനെ 12 കൊല്ലമായി യൂറോപ്പിലേക്ക് പോകാനായിട്ട് കഷ്ടപ്പെട്ട് ഒത്തിരി പ്രാവശ്യങ്ങൾ ഡൽഹിയിലും അവിടെ ഇവിടെയൊക്കെ പോയി, മദ്രാസിലും ഒരുപാട് സ്ഥലത്ത് പോയി ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്തു. ഒരുപാട് കാശുകളും ചിലവായി. ആ ചിലവായ കാശൊക്കെ ആണെങ്കിലും ഈ 1.5 മാസം മുന്നേ ഒരു ഇൻ്റർവ്യൂക്ക് വിളിച്ചു. ആ ഇൻ്റർവ്യൂ കഴിഞ്ഞ് വന്നപ്പോഴും പ്രതീക്ഷയൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ പിന്നെ വിളിക്കണമെന്നില്ല അവരൊരു അനക്കമില്ല. അപ്പം ഞാൻ വിചാരിച്ചു അന്നത്തെ പോലെ ഇതും പോയി എന്ന് വിചാരിച്ചു. മാതാവിനോട് മുട്ടിപ്പായിട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, മാതാവേ ഇതും പോയോ എന്ന് എൻ്റെ മനസ്സിലിങ്ങനെ ഞാൻ മാതാവിനോട് ഇങ്ങനെ കരഞ്ഞു ചോദിച്ചുകൊണ്ടിരുന്നിരുന്നു. മാതാവ് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് മെസ്സേജ് വന്നു, നിങ്ങൾക്ക് വിസ റെഡി ആകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. അത് പറഞ്ഞ് പിറ്റേ ദിവസം വിസ റെഡിയായി വന്ന് അപ്പോൾ പറഞ്ഞു, ഇനി വിളിക്കുമ്പോൾ പോകണം, അതിന് റെഡിയായിട്ട് ഇരുന്നോളാൻ പറഞ്ഞു. അധികം ദിവസങ്ങൾ വൈകാതെ തന്നെ അവനെ വിളിച്ചു. അവൻ കഴിഞ്ഞ 30-ാം തീയതി ഇവിടുന്ന് പോകുന്നേക്ക് മുപ്പാട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് അമ്മയുടെ അനുഗ്രഹം മേടിച്ചിട്ടാണ് അവൻ പോയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈശോ നടത്തി തന്നു. ഇതുകൂടാതെ ഞാൻ എല്ലാ ദിവസവും വിശുദ്ധ കുർബാന കാണുകയും എന്നാൽ കഴിയുന്ന രീതിയിലുള്ള പാവങ്ങൾക്ക് ചെയ്യാവുന്ന സഹായങ്ങൾ, ചോറ് കൊടുക്കുക, മറ്റുള്ള എന്താണ് അവരുടെ ആവശ്യമെങ്കിൽ അത് ഞാൻ നടത്തി കൊടുത്തിരുന്നു. എല്ലാ ദിവസവും ഞാൻ ഇവിടുത്തെ പ്രാർത്ഥന, അഞ്ചരയുടെ പ്രാർത്ഥന അതെല്ലാം ഞാൻ കേട്ട് മറ്റുള്ളവർക്ക് ചുരുങ്ങിയത് 500 ആൾക്കെങ്കിലും ഞാൻ അത് അഴിച്ചു കൊടുത്ത് ഞാൻ പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ കൃപാസനത്തിൽ ബുക്കുകളെല്ലാം കൊണ്ടുവന്ന് ആസ്പത്രികളിലും വീടുകളിലും കയറി ഇറങ്ങി കൊടുക്കും. പിന്നെ എല്ലാ ദിവസവും ഞാൻ കുർബാന കാണും. കുർബാന കണ്ടെങ്കിലാണ് എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. കാലത്തെ കുർബാന കണ്ടെങ്കിലാണ് അന്നത്തെ കാര്യങ്ങൾക്ക് എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. അതല്ലെങ്കിൽ കുർബാന കണ്ടില്ല വൈകിട്ട് കാണാമെന്ന് വിചാരിച്ചാൽ എനിക്കൊരു ടെൻഷനാണ്, എപ്പോഴും ടെൻഷനാണ്. പക്ഷേ കാലത്ത് പോയി കുർബാന കണ്ടു വന്നു കഴിഞ്ഞാൽ പിന്നെ ടെൻഷനൊന്നുമില്ല. എല്ലാ കാര്യങ്ങളും ഈശോയുടെ കൃപയാലെ പരിശുദ്ധ അമ്മയോടും ചോദിച്ചിട്ടാണ് ഞാൻ മുന്നോട്ട് ഇറങ്ങുക. എല്ലാ കാര്യങ്ങളും അമ്മയും പരിശുദ്ധ അമ്മയും ഈശോയും എൻ്റെ കാര്യങ്ങളിൽ ഇടപെടുകയും എല്ലാ കാര്യങ്ങളും എനിക്ക് നടത്തി തരികയും ചെയ്യുന്നുണ്ട്. ഇതുവരെ ഞാൻ ഒന്നിനും കുറവ് വരാതെ എല്ലാ കാര്യങ്ങളും ഞാൻ നടത്തിപ്പോകും. എല്ലാ രോഗികളെയും ഞാൻ പോയി കാണും. അവർക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് ഞാൻ അവിടെ നിന്ന് പോരുള്ളൂ. കാരണം എനിക്ക് വേറെ ഒന്നുമില്ല ചെയ്യാൻ. എനിക്ക് ആവശ്യം ഈ ലോകത്തെ സ്വത്തോ മുതലൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി ആഗ്രഹിക്കുന്നത് നിത്യത്തിലേക്കുള്ള
ഒരു വഴിയാണ് ഈശോയോട് ഞാൻ എന്നും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. എല്ലാം ചെയ്തെന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനക്കോടി നന്ദി, കോടാനക്കോടി സ്തോത്രം, കോടാനക്കോടി സ്തുതി. എന്നും ഞാൻ ഇവിടുത്തെ ഒരാളായിരിക്കും. അമ്മ മാതാവിൻ്റെ കൂടെ ഉണ്ടാവും. എന്നും ഞാൻ അമ്മ മാതാവിൻ്റെ ആളാണ്. തിരുക്കുമാരനും മാതാവിനും കോടാനുകോടി നന്ദി, കോടാനു സ്തോത്രം. എനിക്ക് ഈ രോഗം മാറ്റി തന്നതിനോർത്ത് എന്തോരം നന്ദി പറഞ്ഞാലും തീരാത്ത നന്ദിയാണ് മാതാവേ എനിക്കുള്ളതെന്ന്.